രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ അടൂർ ഏഴംകുളം പട്ടാഴിമുക്കിലെ അപകടത്തിൽ ദുരൂഹത. അമിത വേഗത്തിൽ കാർ ലോറിയിൽ ഇടിപ്പിച്ചുവെന്നാണ് ഇപ്പോഴത്തെ സംശയം. തുമ്പമൺ സ്വദേശി അനൂജ, ചാരുമൂട് സ്വദേശി ഹാഷിം എന്നിവരാണ് മരിച്ചത്. സഹപ്രവർത്തകരുമായി ടൂർ പോയ അനൂജയെ കുളക്കടയിൽ വെച്ച് വാഹനം തടഞ്ഞു നിർത്തി ഹാഷിം കൂട്ടിക്കൊണ്ടുപോയെന്നാണ് പറയുന്നത്. കൂടുതൽ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ശ്രീജിത്ത് ശ്രീകുമാരൻ നമുക്കൊപ്പം പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, പറയൂ വിശദാംശങ്ങൾ. നമുക്ക് ലഭിച്ച പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? എസ്കെൻ, അപകടശേഷം 2 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ ഈ ഡോർ ഇടിച്ചാണ് ഇരുവരെയും പുറത്തെടുക്കുന്നത്. ആ ദൃശ്യങ്ങൾ നമുക്ക് ഓണർ നൽകുമ്പോൾ അതുപോലും മറച്ചു മാത്രമേ നൽകാൻ കഴിയൂ. അത്ര ഭീകരമാണ്. ആ കാർ പൂർണ്ണമായി സ്വിഫ്റ്റ് കാറാണത്. ആ കാർ ഇപ്പോൾ ഉള്ളത് അടൂർ പോലീസ് സ്റ്റേഷനിലാണ്. ആ കാർ പൂർണ്ണമായി അതിൻ്റെ മുൻഭാഗം പൂർണ്ണമായി തകർത്താണ് ഈ കണ്ടെയ്നർ ലോറിയിലേക്ക് അത് ഇടിച്ച് കയറ്റിയിട്ടുള്ളത്. ഈ കണ്ടെയ്നർ ലോറി ആ സ്പോട്ടിൽ തന്നെ ഈ കണ്ടെയ്നർ ലോറി ആ സമയം കൃത്യമായ രീതിയിൽ അവിടെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒരു 10:30 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം നടന്നത്. നേരത്തെ മാജിക് പ്ലാനറ്റിലേക്ക് ടൂർ പോയി. അത് ടീച്ചേഴ്സ് ടൂർ ആയിരുന്നു. വിദ്യാർത്ഥികളുടെ പരീക്ഷയെല്ലാം കഴിഞ്ഞ് തുമ്പമൺ ഗവൺമെൻറ് സ്കൂളിലെ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടേക്ക് പോവുകയായിരുന്നു. എന്തായാലും അതിനുശേഷം ഈ കുളക്കട എന്ന സ്ഥലത്ത് വെച്ച്, കൊല്ലം കുളക്കട എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് വാഹനം തടഞ്ഞു നിർത്തിയ ഈ വാഹനത്തിലേക്ക് അനൂജ കയറുകയായിരുന്നു. ഹാഷിം ഓടിച്ചിരുന്ന വാഹനത്തിലേക്ക് കയറുകയായിരുന്നു. തൻ്റെ സുഹൃത്താണ്, അല്ലെങ്കിൽ തൻ്റെ ബന്ധുവാണ് എന്നാണ് ആ ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ തന്നെ സംശയം തോന്നി. അനൂജയുടെ ബന്ധുക്കളെ ഈ സ്കൂളിലെ സഹാധ്യാപകർ വിവരം അറിയിക്കുകയായിരുന്നു. അപ്പോഴാണ് അവർ ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കാൻ പറഞ്ഞത്. ഉടൻ പോലീസിനെ വിവരം അറിയിച്ചെങ്കിലും അവർ ഒരു പരിശോധന നടത്തുന്നതിന് തൊട്ട് മുൻപാണ് ഇത്തരത്തിലൊരു അപകടം നടന്നത്. രണ്ടുപേരും ഈ ആശുപത്രി, ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഈ മോർച്ചറിക്ക് സമീപമാണ്. ഈ ആശുപത്രിയിലേക്ക് താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്നുള്ള കാര്യം സൂചിപ്പിച്ചിരുന്നു എന്ന് പറയുന്നു. തീർച്ചയായും അങ്ങനെ നാട്ടുകാരോട് ആ ഒരു ഘട്ടത്തിൽ ഇവരെ കൊണ്ടുപോയ ആശുപത്രിയിലേക്ക് ആ മൃതദേഹങ്ങൾ അവരെ കൊണ്ടുപോയ ആളുകളോട് അവിടുത്തെ സഹാധ്യാപകർ പറഞ്ഞിരുന്നു. അതിനുശേഷം അനൂജയെ വിളിച്ചപ്പോൾ തങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. അവരെന്തായാലും ഇപ്പോൾ ആരും തന്നെ പ്രതികരിക്കാൻ തയ്യാറല്ല. കാരണം അധ്യാപകരോടും അതുപോലെ തന്നെ ബന്ധുക്കളോടും മാധ്യമങ്ങളോട് പ്രതികരിക്കണമെന്ന് കർശനമായ നിർദ്ദേശം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പോലീസ് എന്തായാലും ഇന്നലെ തന്നെ ഈ വിഷയത്തിലൊരു അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഈ കാറിൽ നിന്ന് മദ്യക്കുപ്പികളടക്കം കണ്ടെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസിൻ്റെ ഒരു അന്വേഷണം ഒരു ഭാഗത്തു കൂടി നടക്കുന്നു. മറ്റ് എന്ത് ദുരൂഹതയാണ്, ഇവർ തമ്മിൽ അടുപ്പത്തിലായിരുന്നു എന്ന് പറയുന്നു, സൗഹൃദത്തിലായിരുന്നു എന്ന് പറയുന്നു. മറ്റെന്ത് ദുരൂഹതയാണ് ഉള്ളത് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. അതായത് കുളക്കടയിൽ വെച്ച് ഈ അവർ സഞ്ചരിച്ചിരുന്ന വാഹനം തടഞ്ഞു നിർത്തി ഹാഷ്മി വാഹനത്തിൽ നിന്ന് ഈ അനുജ ഇറക്കിക്കൊണ്ടുവന്നതാണല്ലോ പറയുന്നത്. അപ്പോൾ മരണത്തിലേക്ക് വഴിപിടിച്ചാണ് നടത്തുവാൻ വേണ്ടി ഈ വണ്ടിയിൽ നിന്ന് അയാൾ ഇറക്കിക്കൊണ്ടുപോയി എന്ന് നമുക്ക് ഗസ് ചെയ്യാമോ? തീർച്ചയായും അങ്ങനെയാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത് എസ്കെൻ. അതായത് ഇരുവരും വാഹനം തടഞ്ഞു നിർത്തുന്നു. കുളക്കടയിൽ വെച്ച് അത് വാഹനം ക്രോസ് ഇടുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഈ മാജിക് പ്ലാനറ്റിലേക്ക് ടൂർ കഴിഞ്ഞ് വരുന്ന ആ സംഘത്തിൻ്റെ വാഹനത്തിന് ക്രോസ് ഇട്ട് വാഹനം തടഞ്ഞു നിർത്തുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് അവർക്കൊരു സംശയം തോന്നുന്നത്. അപ്പോൾ എൻ്റെ ബന്ധുവാണ്, തൻ്റെ കൊച്ചച്ഛൻ്റെ മകനാണ്, ഞാൻ അവരോടൊപ്പം അങ്ങ് എത്തിക്കോളാം എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴും ഒരു സംശയം ബാക്കിയായി നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് വിളിച്ച് ബന്ധുക്കളെ വിവരം അറിയിക്കുന്നത്. അതിനുശേഷം വീണ്ടും ഈ അനൂജയെ തന്നെ സഹാധ്യാപകർ വിളിക്കുന്നതും. പക്ഷേ ഇപ്പോൾ അധ്യാപകർ പരസ്യ പ്രതികരണത്തിന് തയ്യാറല്ല. എന്തായാലും പോലീസ് ഈ വിഷയത്തിൽ ഒരു കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. അതിനുശേഷം പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണം കൂടി നമുക്ക് ലഭ്യമാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എസ്കെൻ. ഓക്കെ, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയിരുന്നതാലും അടൂർ പട്ടാഴിമുക്കിൽ നടന്ന അപകടത്തിൽ ദുരൂഹത ഏറുകയാണ്.